അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ലോജിക്കൽ ഫങ്ഷൻസ് ആണ്. അപ്പം ലോജിക്കൽ ഫങ്ഷൻസിൽ വരുന്നതാണ് ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കൊടുത്തേക്കുന്നത്. അതിൽ ആദ്യത്തെ ഈഫ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. നമ്മളൊരു കണ്ടീഷൻ കൊടുത്തിട്ട് അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇഫ് ഓർഡർ ക്വാണ്ടിറ്റി ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എന്താ എനിക്ക് അവിടെ മൾട്ടിപ്പിൾ ഐറ്റം എന്ന് പ്രിന്റ് ചെയ്ത് കിട്ടണം, അല്ലെങ്കിൽ ഔട്ട്പുട്ട് കിട്ടണം. അല്ലെങ്കിൽ ലെസ് ദാൻ 1 ആണെങ്കിലോ എനിക്ക് അവിടെ സിംഗിൾ ഐറ്റം പ്രിന്റ് ചെയ്ത് കിട്ടണം, അല്ലെങ്കിൽ ഈക്വൽസ് ടു അല്ലെങ്കിൽ ലെസ് ദാൻ 1 ആണെങ്കിൽ സിംഗിൾ ഐറ്റം എനിക്ക് അവിടെ ഔട്ട്പുട്ട് കിട്ടണം. അപ്പൊ നമ്മൾ ഒരു കണ്ടീഷൻ കൊടുത്തിട്ട് ഒരു കണ്ടീഷന്റെ ബേസിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടില്ലേ, അതിനെയാണ് നമ്മൾ ഈഫ് കണ്ടീഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈഫ് എറർ ആണ്. അതായത് നമുക്ക് ഇപ്പൊ ഒരു എറർ വാല്യൂ കിട്ടുകയാണെങ്കിൽ അതിന് പകരം എറർ എന്ന് കാണിക്കുന്നതിന് പകരം നമുക്ക് വേറൊരു വാല്യൂ കൊടുത്ത് അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സീറോന്നോ അങ്ങനെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും വാല്യൂ കൊടുത്തിട്ട് നമുക്ക് ആ എററിനെ റീപ്ലേസ് ചെയ്യാം. നെക്സ്റ്റ് സ്വിച്ച് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. സ്വിച്ച് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പൈത്തണില് നെസ്റ്റഡ് ഈഫ് യൂസ് ചെയ്യുന്നത് പോലെ തന്നെ അതിന്റെ സെയിം ഫംഗ്ഷൻ തന്നെയാണ് സ്വിച്ചും വരുന്നത്. അതായത് നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് ഈഫ് യൂസ് ചെയ്യുന്നതിന് പകരം സ്വിച്ച് എന്ന് പറയുന്ന ഒരൊറ്റ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താ ഔട്ട്പുട്ട് കണ്ടുപിടിക്കാം. നെക്സ്റ്റ് ആൻഡ് എന്ന് പറയുന്നത് എന്താ, ഇപ്പൊ നമുക്ക് രണ്ട് കണ്ടീഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ രണ്ട് ആർഗ്യുമെന്റ്സ് ഉണ്ടാവും. രണ്ട് ആർഗ്യുമെന്റ്സ് എന്തായിരിക്കണം, ട്രൂ ആയിരിക്കണം, അല്ലെങ്കിൽ രണ്ട് ആർഗ്യുമെന്റ്സും ഫോൾസ് ആയിരിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഓർ എന്ന് പറയുന്നത് എന്താ, അതായത് ചെക്ക് ചെയ്യുക നമ്മളുടെ ആ ഒരു ആർഗ്യുമെന്റ്സ് ഇത് അല്ലെങ്കിൽ അതെന്ന് പറയില്ലേ. അപ്പൊ ഒരെണ്ണം ട്രൂ ആവാം, ഒരെണ്ണം ഫോൾസ് ആവാം. അപ്പൊ അതായിരിക്കും ഓർ ഇതിൽ വരുന്നത്. ഇനി ഇവിടെ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഡബിൾ ആൻഡും ഡബിൾ ഓറും. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഡബിൾ ആൻഡ് യൂസ് ചെയ്യണത് നമ്മൾ രണ്ട് കണ്ടീഷൻസ് വരുമ്പോഴാണ് നമ്മൾ ഡബിൾ ആൻഡും ഡബിൾ ഓറും ഒക്കെ യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ഈഫ് വെച്ചിട്ട് നമുക്ക് ഈഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് പ്രോബ്ലം ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കാം. ഡിറ്റർമിൻ വെദർ എ കസ്റ്റമർ ഈസ് എ പാരന്റ് ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് ചിൽഡ്രൻ ദേ ഹാവ്. അപ്പം ഒരു വ്യക്തി പാരന്റ് ആണോന്ന് കണ്ടുപിടിക്കുക. അപ്പൊ എന്തിന്റെ ബേസിലാണ് അത് കണ്ടുപിടിക്കുന്നത്, ടോട്ടൽ ചിൽഡ്രന്റെ ബേസിൽ. ടോട്ടൽ ചിൽഡ്രൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അവിടെ യെസ് ആള് പാരന്റ് ആണ്, അല്ലാന്നുണ്ടെങ്കിൽ എന്താ നോ ആള് പാരന്റ് അല്ല. അപ്പൊ നമ്മള് നോക്കാൻ പോകുന്നത് കസ്റ്റമർ ലുക്കപ്പ് എന്ന് പറയുന്ന ടേബിളിലെ ടോട്ടൽ ചിൽഡ്രൻ എന്ന് പറയുന്ന കോളം ബേസ് ചെയ്തിട്ടായിരിക്കും. ഇവിടെ വരുമ്പം ഒരു ചേഞ്ച് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇത്രയും നേരം ചെയ്തു പോയത് ന്യൂ മെഷറിലായിരുന്നു. അതായത് മെഷർ ടേബിളില് പുതിയൊരു മെഷർ ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയും നേരം ഫങ്ഷൻസ് യൂസ് ചെയ്തത്. പക്ഷെ ഇവിടെ വരുമ്പോഴെന്താ, നമ്മൾ പുതിയൊരു കോളമാണ് യൂസ് ചെയ്യേണ്ടത്, മെഷർ അല്ല യൂസ് ചെയ്യേണ്ടത്, കാൽക്കുലേറ്റഡ് കോളം ആണ് യൂസ് ചെയ്യേണ്ടത്. കാരണം എന്താ, ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് ആണ് കിട്ടുന്നത്, യെസ് ഓർ നോ. ഇവിടെ വരുമ്പോൾ എന്താ വീക്കെൻഡ് അല്ലെങ്കിൽ വീക്ക് ഡേ. അപ്പൊ മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് കിട്ടുന്ന കേസിൽ നമ്മൾ കാൽക്കുലേറ്റഡ് കോളം ആണ് യൂസ് ചെയ്യേണ്ടത്. അത് മറന്നുപോകരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. അപ്പം ആദ്യം തന്നെ നമ്മളുടെ പവർ ബി ഓപ്പൺ ചെയ്യാം. ഇനിയിപ്പോ നമ്മൾ പറഞ്ഞിരിക്കുന്ന ടേബിൾ ഏതാ, കസ്റ്റമർ ലുക്കപ്പ് അല്ലേ പറഞ്ഞത്. കസ്റ്റമർ ലുക്കപ്പില് ടോട്ടൽ ചിൽഡ്രൻ എന്ന് പറയുന്ന കോളം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഇപ്പൊ ടോട്ടൽ ചിൽഡ്രൻ എവിടെ കിടക്കുന്നത് കണ്ടോ, ടോട്ടൽ ചിൽഡ്രൻ ഉണ്ട്. അപ്പം കസ്റ്റമർ ലുക്കപ്പ് ടേബിൾ എടുക്കാം, റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. അതിലെന്താ ന്യൂ മെഷർ ആണോ, ന്യൂ മെഷർ അല്ല എടുക്കേണ്ടത്, ന്യൂ കോളം ആണ് എടുക്കേണ്ടത്. ഇത്രയും നേരം നമ്മൾ ന്യൂ മെഷർ ആണ് എടുത്തുകൊണ്ടിരുന്നത്, ഇനി നമ്മൾ ന്യൂ കോളം ആണ് എടുക്കേണ്ടത്. ന്യൂ കോളം സെലക്ട് ചെയ്യുക. ദെൻ നമ്മളുടെ കോളത്തിന്റെ ഹെഡിങ്, കോളം നെയിം കൊടുക്കുക. എന്താ കൊടുക്കേണ്ടത്, ഈസ് പാരന്റ് എന്നാണ് കൊടുക്കേണ്ടത്. ഈക്വൽസ് ടു നമ്മളുടെ ഫംഗ്ഷൻ എന്താ, ഈഫ് ആണ് ഫംഗ്ഷൻ. ഈഫ് കൊടുക്കുക. ടേബിൾ നെയിം കസ്റ്റമർ ലുക്കപ്പ് തന്നെയാണ്, കസ്റ്റമർ ലുക്കപ്പിലെ ടോട്ടൽ ചിൽഡ്രൻ കൊടുക്കുക. ഇനി നമ്മളുടെ കണ്ടീഷൻ എന്താ, ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ യെസ് എന്നും അല്ലെങ്കിൽ നോ എന്നും പ്രിന്റ് ചെയ്യണം. ഓക്കെ, കോമ. ഇനി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എന്റർ കൊടുക്കുക.